ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് മറ്റുള്ള വീഡിയോസിനേക്കാൾ ഒരു വെറൈറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. വേറൊന്നല്ല, ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മറ്റൊന്നല്ല, ഒരു ലഡു ഉണ്ടാക്കാൻ പോവുകയാണ്. റേഷൻ അരിയിൽ ലഡു ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. റേഷൻ അരി അപ്പോൾ മിക്സിയിൽ പൊടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണം, നെയ്യ് വേണം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം വേറെ ഒന്നാണ്. എൻ്റെ മോൻ ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ സംഭവം ഇങ്ങനെ കണ്ടു, ഒരു സാധനം ലഡു ഉണ്ടാക്കി. അമ്മ ഒരു സാധനം ഉണ്ടാക്കാം, പഞ്ചസാര ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്താണോ? അപ്പോൾ അത് ലഡു ഉണ്ടാക്കാം, റേഷനരി ലഡു ഉണ്ടാക്കാം. പഞ്ചസാര ഉണ്ട്, ഞാൻ പിന്നെ വാങ്ങിക്കാമല്ലോ, പഞ്ചസാര അതിനുള്ള സാധനം ഞാൻ വാങ്ങിക്കാമല്ലോ, അടുത്ത കടയുണ്ട്, നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞു സംഭവം. അപ്പോൾ എന്തായാലും അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പക്ഷേ നെയ്യ് കിട്ടിയില്ല കേട്ടോ, ഡാൽഡയാണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഏലക്കായും മുന്തിരിങ്ങയും ഒക്കെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു തട്ടിക്കൂടുതലിടും. ഇത് എന്താകുമെന്നൊന്നും അറിഞ്ഞൂടാ. സംഭവം ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. സത്യം പറയല്ലോ, ഞാൻ ഇതിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കഴിക്കാറാണ് പതിവ്. മടിയാണ് കാരണം, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഇന്ന് അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ രണ്ടും കളിപ്പിച്ച് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എന്താവുമെന്നും അറിഞ്ഞൂടാ, ഫ്ലോപ്പാവോ വിജയിക്കുമോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ അരി പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ആവശ്യമുള്ള തേങ്ങ വേണം. തേങ്ങ തിരുവാനായിട്ട് ഞാൻ പോവുകയാണ്. തിരിവെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ തിരിവെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ എൻ്റേതായ ഒരു ഇതിൽ നോക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, ചൂടായിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടവളുടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെയ്യ് കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ഡാൽഡ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരി ഒന്നും തട്ടി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ജസ്റ്റ് അടിച്ച് ഒരു ഷാലോ ഫ്രൈ അല്ല, അതിലൊരു അല്പം കൂടെ കുറച്ചുകൂടെ അതൊന്ന് ഈ അരി ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇതിന് കുറച്ച് കളർ വേണമല്ലോ, വേറെ കളർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് എന്താ പറയുക, ഇത് മൂത്ത് വരുന്നത് നല്ല മൂക്കണ്ട, എന്നാലും ഒരു കുറച്ച് ഒരു ഇതാവണത് വരെ ഒന്ന് തിളക്കി കൊടുക്കാം കേട്ടോ. ചിലപ്പം നമ്മൾ ചിരിക്കിയ തേങ്ങ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കിടന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇതായി വരും. അപ്പോൾ ഇത് എന്തായാലും അതിനുള്ള പരുവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല, ഫ്ലോപ്പാവോ വിജയിക്കുമോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാവിൻ്റെ ആ ഒരു പച്ച ഇത് മാറിയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് അടുത്ത് പഞ്ചസാര ഒന്ന് അരിയിച്ചെടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മാവിൻ്റെ ഏകദേശം എൻ്റെ രൂപം വെച്ചിട്ട് ഞാൻ കുറച്ച് തട്ടുകയാണ്. നമുക്ക് ജാറിലോട്ടൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ജാറിലോട്ട് തട്ടിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഏലക്കായും കുറച്ച് മുന്തിരിയൊക്കെ ഇതിലിടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇട്ടിനി മിക്സ് ചെയ്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഉരുട്ടിയെടുക്കുക കേട്ടോ. ലഡുവായിട്ട് ഉരുട്ടിയെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്, റേഷൻ അരി കൊണ്ടുള്ള ലഡു. ഓക്കെ, ഞാൻ വെച്ച് ഫ്ലോപ്പ് ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇതുവരെ എത്തിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സൂപ്പർ കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഹൈപ്പ് ചെയ്യുക. ഓക്കെ.